സക്സേന എന്ന് പറയുന്ന നമ്മുടെ ഹീറോയിന് ചെറുപ്പം മുതൽ തന്നെ ഒരു പൈലറ്റ് ആവണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ഇവളുടെ ഡിഗ്രിയൊക്കെ പഠിച്ചു തീർത്തിട്ട് അതിനുവേണ്ടി പോയൊരു അതിനുള്ള ചിലവ് ഇവളുടെ ഫാമിലിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇവൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്നത്. ആർമിയിൽ പൈലറ്റ് ട്രെയിനിങ് കൊടുക്കുന്നതായിട്ട് അവരെ സെലക്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട്. അങ്ങനെ ഇവളും പൈലറ്റ് ആകാൻ വേണ്ടിയിട്ട് ആ ഇൻ്റർവ്യൂക്ക് പോവാണ്. അങ്ങനെ ഇവൾ ഫസ്റ്റ് സ്റ്റേജ് സെലക്ട് ആവുകയാണ്. പക്ഷേ ഫിസിക്കൽ ടെസ്റ്റിൽ ഇവൾക്ക് ആവശ്യമുള്ളത്ര ഹൈറ്റും വെയിറ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ റിജക്റ്റ് ചെയ്യാണ്. അങ്ങനെ തോറ്റിട്ട് ഇവൾ സങ്കടത്തോടെ തിരിച്ചു വരികയാണ്. അങ്ങനെ ഇവൾ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഇവളുടെ അച്ഛനും നിന്നെക്കൊണ്ട് പറ്റാവുന്ന അത്രയും നീ പരിശ്രമിക്കി, ഇനി 2 ആഴ്ച ടൈമില്ലേ, അതൊക്കെ നമുക്ക് നോക്കി ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ ഇവൾ കഠിനമായിട്ട് ട്രെയിൻ ചെയ്തിട്ട് ഇവളുടെ വെയിറ്റ് കൂട്ടുകയാണ്. അപ്പോഴാണ് ആ ഓഫീസർ പറയുന്നത്, നിനക്ക് ഹൈറ്റ് ഇപ്പോഴും ഇല്ല, ഈ വെയിറ്റ് കൂടിയെങ്കിലും നിനക്ക് ഇപ്പോഴും പൈലറ്റ് ആവാനുള്ള അത്രയും ഹൈറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് അവളോട് കുറച്ചു നേരം പുറത്ത് നിൽക്കാൻ പറയാണ്. പക്ഷേ നിൻ്റെ കൈ എക്സ്ട്രാ 1 സെൻറ്റിമീറ്റർ ലെങ്ത്ത് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് യു ആർ സെലക്റ്റഡ് എന്ന് പറയാണ്. അങ്ങനെ ഇവളെ ട്രെയിനിങ്ങിന് വേണ്ടി കൊണ്ടുപോയത് അവിടെയുള്ള ബാക്കിയുള്ള ഓഫീസേഴ്സ് ഒന്നും ഒരു പെണ്ണിൻ്റെ കൂടെ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇവളെ എതിർക്കാണ്. അങ്ങനെ ഇവളൊരു പെണ്ണായതുകൊണ്ട് തന്നെ ഇവക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കോപ്പലേറ്റായിട്ട് ആരും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരൊക്കെ നോക്കാൻ വന്നിട്ടുള്ള കമാൻഡർ ഇവൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഫ്ലൈയിങ് അവേഴ്സ് കുറവ്, ഇവളുടെ പെർഫോമൻസ് മാത്രം എന്താണ് ഇത്ര വീക്കെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഓഫീസേഴ്സൊക്കെ പറയുന്നത്, ഒരു പെണ്ണിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ലെന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ആ കമാൻഡർ തന്നെ അവളുടെ കൂടെ ഫ്ലൈ ചെയ്തിട്ട് അവൾക്ക് പ്രാക്ടീസും ട്രെയിനിങ്ങും കൊടുക്കുകയാണ്. അങ്ങനെ ആ കമാൻഡറും ഇവളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ആ ദ്വീപിൽ ഒരു സ്ഥലത്ത് ഇറക്കാൻ വേണ്ടി പറഞ്ഞതു അവളുടെ പെർഫോമൻസ് കണ്ടിട്ട് കമാൻഡർ തന്നെ ഇമ്പ്രസ്ഡ് ആവാണ്. പക്ഷേ കൂടെയുള്ള ആരും തന്നെ മതിക്കാത്ത കണ്ടത് ഇവൾ വീണ്ടും സങ്കടപ്പെട്ടിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പോഴാണ് ഇവളുടെ അച്ഛൻ പറയുന്നത്, എൻ്റെ മകൾ എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അവളിങ്ങനെ തോറ്റിട്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലെന്ന് പറയാണ്. അങ്ങനെ അച്ഛൻ പറയുന്നതിട്ട് അവൾ വീണ്ടും റീജോയിൻ ചെയ്യാണ്. അങ്ങനെ ഇപ്പോൾ ഒരു വാർ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പൈലറ്റ്സും ഇപ്പോൾ ആ വാർ പോയിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇവൾ മാത്രമാണുള്ളത്. അങ്ങനെ അവരൊക്കെ റെസ്ക്യൂ ചെയ്യാനോ എല്ലാം കൂടി വേണ്ടിയിട്ട് ഇവളും വേറൊരു കോ പൈലറ്റും ചേർന്നിട്ട് വേറെ ഓപ്ഷൻ ഇല്ലാതെ ഇപ്പോൾ അങ്ങോട്ട് പോവാണ്. അങ്ങനെ അവിടെയുള്ള തീവ്രവാദികളൊക്കെ കൊന്നിട്ട് ആരാണ് ഇവളെ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നത് അവനെ തന്നെ ഇവൾ രക്ഷിക്കുകയാണ്. അങ്ങനെ ആ ഫൈറ്റിൽ ജീവനോടെ തന്നെ അവനെ എങ്ങനെയോ തിരിച്ചും കൊണ്ടുവരാണ്. എന്നിട്ട് ആർമി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാണ്. അങ്ങനെ ഇവളും ബാക്കിയുള്ള ആർമി മെമ്പേഴ്സിന് മുമ്പിൽ ഒരു പെണ്ണിനെ കൊണ്ട് എന്ത് സാധിക്കുന്നു സാധിച്ചു തന്നെ കാണിക്കുകയാണ്.